എല്ലാവർക്കും നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശരിയായ ഉറക്കം ലഭിക്കുക എന്നുള്ളത്. പല വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള ഒരു സുഖകരമായ നിദ്ര ലഭിക്കുന്നതിൽ പ്രയാസം സൃഷ്ടിക്കാറുണ്ട്. അത് ചില ജീവിത ക്രമീകരണങ്ങളിലൂടെ, ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെ സ്ലീപ്പ് ഹൈജീൻ, നിദ്രാ ശുചിത്വം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്നും കൃത്യസമയത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുക, നിശ്ചയ സമയത്ത് തന്നെ രാവിലെ ഉറക്കമെടുക്കാൻ ശ്രമിക്കുക. ഇതൊരു ശീലമായി മാറുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലച്ചോറിന് അതൊരു പ്രേരണയായി മാറുകയും ആ സമയത്ത് നമുക്ക് ഉറക്കം ഉണ്ടാക്കുന്ന ഹോർമോൺസൊക്കെ ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ പിറ്റേന്നുള്ള ദിവസവും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ സുഖകരമായൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്നു. രണ്ടാമതായിട്ട്, ഉറക്കത്തിന് മുമ്പ് നേരത്തെ തന്നെ സ്ക്രീൻ ഉപയോഗം ഇല്ലാതാക്കുക. മൊബൈൽ, ടി വി, കമ്പ്യൂട്ടർ പോലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന ബ്ലൂ റേസ് നമ്മുടെ തലച്ചോറിലെ മെലാറ്റോണിൻ എന്നുള്ള ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ സപ്രസ് ചെയ്യുന്നു. അത് ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും ഉറക്കം ഉറക്കം വളരെ വൈകുന്നതിന് കാരണമായി തീരാറുണ്ട്. നമുക്കറിയാം, മറ്റൊരു കാര്യം, ഉറക്കത്തിന് 5 മണിക്കൂർ മുമ്പേ തന്നെ അല്ലെങ്കിൽ കുറേ സമയം മുമ്പ് തന്നെ നമ്മൾ ഈ ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നിർത്തേണ്ടതുണ്ട്. കോഫി, ടീ, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ പുകവലിക്കുന്നവരാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുകയും ജീവിതത്തിൽ നമ്മളൊരു കുറച്ചും കൂടി നല്ല ശീലങ്ങളിലേക്ക് വരികയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ശരിക്കുള്ള ഉറക്കം കിട്ടാനുള്ള സഹായകമാവുന്നു. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ജീവിതത്തിൽ നമുക്ക് റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യുക. ചില ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ്, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്സ്, അതായത് PMR, ഇങ്ങനെയുള്ള ധ്യാന പരിപാടികൾ അത് ചെയ്യുകയാണെങ്കിൽ വളരെ സുഖകരമായ ഉറക്കത്തിന് സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, റെഗുലർ എക്സസൈസ്. നമ്മൾ എക്സസൈസ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ രാവിലെയോ വൈകുന്നേരമോ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാവുകയും ഇത് നമുക്ക് ശരിയായ ഉറക്കം ഉണ്ടാക്കാനും സഹായിക്കുന്നു. മറ്റൊരു കാര്യം, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഹെൽത്തി ഡയറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു വൈകുന്നേരം രാത്രി സമയത്തൊക്കെയുള്ള ഭക്ഷണം ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഭക്ഷണം, അതായത് ഫ്രൂട്ടും അതുപോലെ തന്നെ വെജിറ്റബിൾസുകളുള്ള ഭക്ഷണങ്ങളായിരിക്കാൻ ശ്രമിക്കുക. പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ, എണ്ണയിൽ വറുത്തതായിട്ടുള്ള വസ്തുക്കളൊക്കെ പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ ഉറക്കത്തിന് വളരെ സുഖകരമായൊരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ജീവിതത്തിൽ നല്ല ഉറക്കം കിട്ടാൻ ഇത്തരം കാര്യങ്ങൾ പരിശീലിക്കേണ്ടതാണ് എന്ന് അറിയിക്കുകയാണ്. ഇതൊക്കെ 2 ആഴ്ചയിൽ കൂടുതൽ ഇങ്ങനെയൊക്കെ പരിശീലിച്ചിട്ടും 2 ആഴ്ചയിൽ കൂടുതൽ ഉറക്കമില്ലാത്തൊരവസ്ഥ നമ്മൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രാക്ടീഷണറെയോ ഡോക്ടറെയോ കാണിക്കുകയും അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതാണ് അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.